നമസ്കാരം, ഏവർക്കും PSC ചലഞ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫേഴ്സിൽ നമ്മൾ ഇന്ത്യയിലെ പദവികളെക്കുറിച്ച് പഠിച്ചിരുന്നു. അതേപോലെ പ്രാധാന്യമുള്ളൊരു ഭാഗമാണ് അന്താരാഷ്ട്ര തലത്തിൽ വിവിധ പദവികൾ വഹിക്കുന്ന ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ. സ്ഥിരമായി മത്സര പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്കറിയാം, ഈ ഒരു വിഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ മത്സര പരീക്ഷകൾ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ പോയിന്റുകളും 2019 മുതൽ 2021 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്പോയിൻമെൻറ്റ്സും ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് 2 പ്ലേലിസ്റ്റിലായിട്ട് 2020 എന്ന പേരിലും 21 എന്ന പേരിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് പഠിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ബാച്ച് കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. നമ്മൾ മിഷൻ LDC 2021 എന്ന പേരിൽ ഒരു 45 ഡേയ്സ് ബാച്ച് കോഴ്സ് LDC മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒക്ടോബർ 6 മുതൽ ആരംഭിക്കുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് 12 എഡ്യൂക്കേറ്റേഴ്സ് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. ഇപ്പോൾ LDC പരീക്ഷയുടെ അവസാനഘട്ട പ്രിപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. അതേപോലെ ജേതാവ് എന്ന പേരിൽ ഒരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ് LGS മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒക്ടോബർ 7 മുതൽ ലോഞ്ച് ചെയ്യുകയാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് 6 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവിടെയും ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ലാസ്റ്റ് ഫേസിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കോഴ്സായിരിക്കും. അപ്പോൾ ഈ 2 കോഴ്സുകളും ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൽ 10% ഓഫ് ലഭിക്കും. അപ്പോൾ അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ഫുൾ ടൈം ലൈവ് ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ മിസ്സാകുന്ന ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡറായിട്ട് പിന്നീട് നമുക്ക് എത്ര തവണ വേണമെങ്കിലും പ്ലേ ചെയ്ത് പഠിക്കാം. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പഠിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും അതേപോലെ റിവിഷൻസും ഉണ്ടാകും. അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളും ഉണ്ടാകും. അതുപോലെ ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ട്സും അവൈലബിൾ ആണ്. ഫസ്റ്റ് പോയിന്റ്, ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് TS തിരുമൂർത്തി. ന്യൂയോർക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലാക്കാണ്, ശ്രദ്ധിച്ചോണം. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായ വ്യക്തി ആരാണ്? TS തിരുമൂർത്തി. പഠിക്കുക, ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാലാണ് TS തിരുമൂർത്തി. TS തിരുമൂർത്തി. അതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ആസ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ഇന്ദ്രാമണി പാണ്ഡെ. ഇത് തമ്മിൽ തിരിയരുത്, കൃത്യമായിട്ട് പഠിച്ചോണം. UN ഒരുപാട് ഏജൻസികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിലാണ്. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ആസ്ഥാനത്തേക്കുള്ള, കാരണം നമുക്കറിയാം UN ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്, അവിടേക്കാണ് ആരെ അപ്പോയിന്റ് ചെയ്തത്? TS തിരുമൂർത്തിയെ. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ജനീവ, അതായത് സ്വിറ്റ്സർലൻഡിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ആസ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ്? ഇന്ദ്രാമണി പാണ്ഡെ. നെക്സ്റ്റ്, യുനെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്, യുനെസ്കോയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിശാൽ V ശർമ്മ. പഠിക്കുക. അപ്പോൾ ഈ 3 അപ്പോയിൻമെന്റ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതാണ്. യുനെസ്കോയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി, യുനെസ്കോയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വിശാൽ V ശർമ്മ. ആരാണ്? വിശാൽ V ശർമ്മ. പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. യുനെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് ആരെ തിരഞ്ഞെടുക്കപ്പെട്ടു? വിശാൽ V ശർമ്മ. നെക്സ്റ്റ്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. പഠിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാരെന്ന് ചോദിച്ചാൽ മജു വർഗീസ്. പഠിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? മജു വർഗീസ്. പഠിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ചോദിച്ചാൽ മജു വർഗീസ്. പഠിക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? മജു വർഗീസ്. വീണ്ടും, അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജ വനിതാ ഗുപ്ത. പഠിക്കുക, അമേരിക്കയുടെ അസോസിയേറ്റ്
അറ്റോർണി ജനറലായി നിയമിതനായ ഇന്ത്യൻ വംശജയാരാണ്? വനിതാ ഗുപ്ത. പഠിക്കുക, അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാരാണ്? വനിതാ ഗുപ്ത. പഠിക്കുക, അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജയാണ് ആര്? വനിതാ ഗുപ്ത. ദെൻ അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ രാജ് അയ്യർ. ഇതൊക്കെ ഷ്യൂർ ക്വസ്റ്റൻ ആണ്, പഠിക്കുക. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? രാജ് അയ്യർ ആണ്. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ രാജ് അയ്യർ. വീണ്ടും ന്യൂയോർക്ക് ഫെഡറൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് സിഇഒ ഈ രണ്ട് പദവിയിലേക്ക് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജ നൗറീൻ ഹസൻ. പഠിക്കുക, ന്യൂയോർക്ക് ഫെഡറൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയി നിയമിതയായ ഇന്ത്യൻ വംശജയാരാണ്? നൗറീൻ ഹസൻ. ന്യൂയോർക്ക് ഫെഡറൽ ബാങ്കിനെയാണ്. ന്യൂയോർക്ക് ഫെഡറൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് സിഇഒ ആയി നിയമിതയായ ഇന്ത്യൻ വംശജയാരാണ്? നൗറീൻ ഹസൻ. പഠിക്കുക, നൗറീൻ ഹസൻ. നെക്സ്റ്റ്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ അശോക് ലവാസ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. ആ പദവി രാജിവെച്ചിട്ടാണ് ഈ ഒരു പദവിയിൽ എത്തുന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ആരാണ്? അശോക് ലവാസ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാലാണ്? അശോക് ലവാസ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാലാണ്? അശോക് ലവാസ. അശോക് ലവാസ. വീണ്ടും ലോക ബാങ്കിന്റെ വിദ്യാഭ്യാസ ഉപദേശകനായി നിയമിതനായ ഇന്ത്യക്കാരൻ. ലോക ബാങ്കിന്റെ വിദ്യാഭ്യാസ ഉപദേശകനായി നിയമിതനായ ഇന്ത്യക്കാരൻ രഞ്ജിത് സിംഗ് ദിസാലെ. രഞ്ജിത് സിംഗ് ദിസാലെ. പഠിക്കുക, ലോക ബാങ്കിന്റെ വിദ്യാഭ്യാസ ഉപദേശകനായി നിയമിതനായ ഇന്ത്യക്കാരനാരാണ്? രഞ്ജിത് സിംഗ് ദിസാലെ. രഞ്ജിത് സിംഗ് ദിസാലെ. പഠിക്കുക, ലോക ബാങ്കിന്റെ വിദ്യാഭ്യാസ ഉപദേശകനായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? രഞ്ജിത് സിംഗ് ദിസാലെ. രഞ്ജിത് സിംഗ് ദിസാലെ. ദെൻ 2021 യു എസിൽ മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. ഇദ്ദേഹം ആഫ്രിക്കയിലും മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. അതേപോലെ ആഫ്രിക്കയിൽ എബോള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നു. അങ്ങനെ എങ്ങനെ ചോദിച്ചാലും ഡോക്ടർ രാജ് പഞ്ചാബി. ശ്രദ്ധിച്ചോണം, ആഫ്രിക്കയിലോ യു എസിലോ മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മേധാവിയെ നിയമിതനായ ഇന്ത്യൻ വംശജൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ എബോള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ രാജ് പഞ്ചാബി. പഠിക്കുക, 2021 അദ്ദേഹത്തെ യു എസിലേക്ക് പ്രസിഡന്റ് ജോ ബൈഡൻ അപ്പോയിന്റ് ചെയ്തു. അതിനുമുമ്പ് ആഫ്രിക്കയിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു. 2021 യു എസിൽ മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാരാണ്? ഡോക്ടർ രാജ് പഞ്ചാബി. നെക്സ്റ്റ്, ന്യൂസിലൻഡിൽ യുവജനക്ഷേമ സാമൂഹ്യ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ മലയാളി പ്രിയങ്ക രാധാകൃഷ്ണൻ. ഇത് നമ്മൾ ഒരുപാട് തവണ പഠിച്ചാണ്. ന്യൂസിലൻഡിൽ യുവജനക്ഷേമ സാമൂഹിക വികസന വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ മലയാളിയാരാണ്? പ്രിയങ്ക രാധാകൃഷ്ണൻ. പഠിക്കുക, ന്യൂസിലൻഡിൽ യുവജനക്ഷേമ സാമൂഹിക വികസന വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ മലയാളിയാരാണ്? പ്രിയങ്ക രാധാകൃഷ്ണൻ. നെക്സ്റ്റ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ മാധ്യമ സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ. നമുക്കറിയാം, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയ ഇന്ത്യൻ വംശജ ആരാണ്? കമലാ ഹാരിസ് ആണ്. അവിടെ തന്നെ ക്വസ്റ്റ്യൻ കുഴപ്പമുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആയ ഇന്ത്യൻ വംശജയാണ് ആര്? കമലാ ഹാരിസ്. അപ്പോൾ കമലാ ഹാരിസിന്റെ മാധ്യമ സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാൽ സബ്രീന സിംഗ്. ആരാണ്? സബ്രീന സിംഗ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ മാധ്യമ സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരാണ്? സബ്രീന സിംഗ്. ആരാണ്? സബ്രീന സിംഗ്. പഠിക്കുക, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ മാധ്യമ സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാലാണ്? സബ്രീന സിംഗ്. വീണ്ടും IUPAC ബ്യൂറോ അംഗമായി 2020 തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ CNR റാവുവിന് ശേഷം ഈ പദവിയിലെത്തുന്ന വ്യക്തിയാണ്. പഠിക്കുക, വിപുൽ ബിഹാരി സാഹ. ഇമ്പോർട്ടൻ്റ് ആണ്. IUPAC നമുക്കറിയാം, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC ബ്യൂറോ അംഗമായി 2020 തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വിപുൽ ബിഹാരി സാഹ. ആരാണ്? വിപുൽ ബിഹാരി സാഹ. പഠിക്കുക, IUPAC ബ്യൂറോ അംഗമായി 2020 തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരാണ്? വിപുൽ ബിഹാരി സാഹ. ആരാണ്? വിപുൽ ബിഹാരി സാഹ. പഠിക്കുക, IUPAC ബ്യൂറോ അംഗമായി 2020 തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരാണ്? വിപുൽ ബിഹാരി സാഹ. വീണ്ടും
കമലാ ഹാരിസിന്റെ സാമ്പത്തിക നയരൂപീകരണ സംഘത്തിൽ അംഗമായ മലയാളി ആരെന്ന് ചോദിച്ചാൽ മൈക്കിൾ സി ജോർജ്. മൈക്കിൾ സി ജോർജ് പഠിക്കുക. കമലാ ഹാരിസിന്റെ സാമ്പത്തിക നയരൂപീകരണ സംഘത്തിൽ അംഗമായ മലയാളി ആരെന്ന് ചോദിച്ചാലാണ് മൈക്കിൾ സി ജോർജ്. പഠിക്കുക. കമലാ ഹാരിസിന്റെ സാമ്പത്തിക നയരൂപീകരണ സംഘത്തിന്റെ അംഗമായ മലയാളി ആരാണ്? മൈക്കിൾ സി ജോർജ്. വീണ്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വൈറ്റ് ഹൗസിന്റെ സീനിയർ അഡ്വൈസറായി നിയമിതയായ ഇന്ത്യൻ വംശജ. ഇതൊക്കെ നമ്മൾ നേരത്തെ മന്ത്ലി കറണ്ട് അഫയേഴ്സിൽ പഠിച്ചതാണ്. നീര ടണ്ടൻ. പഠിക്കുക. വൈറ്റ് ഹൗസിന്റെ സീനിയർ അഡ്വൈസറായി നിയമിതയായ ഇന്ത്യൻ വംശജയാരെന്ന് ചോദിച്ചാരാണ്? നീര ടണ്ടൻ. വൈറ്റ് ഹൗസിന്റെ സീനിയർ അഡ്വൈസറായി നിയമിതയായ ഇന്ത്യൻ വംശജയാരാണ്? നീര ടണ്ടൻ. നീര ടണ്ടൻ. വീണ്ടും സിംഗപ്പൂർ പാർലമെന്റ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ പ്രീതം സിംഗ്. ഇത് നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സിംഗപ്പൂർ പാർലമെന്റ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രീതം സിംഗ്. പഠിക്കുക. സിംഗപ്പൂർ പാർലമെന്റ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? പ്രീതം സിംഗ്. സിംഗപ്പൂർ പാർലമെന്റ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? പ്രീതം സിംഗ്. ദെൻ ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ ആഭ്യന്തര സെക്രട്ടറിയായ ഇന്ത്യൻ വംശജ പ്രീതി പട്ടേൽ. നമുക്കറിയാം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുൻപ് നടന്ന അപ്പോയിൻമെന്റ് ആണ്. നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ നടന്ന അപ്പോയിൻമെന്റ് ആണ്. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ ആഭ്യന്തര സെക്രട്ടറിയായ ഇന്ത്യൻ വംശജയാണ് പ്രീതി പട്ടേൽ. അതേപോലെ അന്താരാഷ്ട്ര വികസന മന്ത്രാലയത്തിന്റെ തലപ്പത്തെത്തിയ വ്യക്തിയാണ് അലോക് ശർമ്മ. അദ്ദേഹം ഇന്ത്യൻ ആണ്. ട്രഷറി മന്ത്രാലയം ചീഫ് സെക്രട്ടറി ആയ വ്യക്തിയാണ് ഋഷി സുനക്. ഈ ഋഷി സുനാക് പിന്നീട് എന്തായിട്ട് മാറി? അവരുടെ ധനകാര്യമന്ത്രിയായിട്ട് മാറുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബ്രിട്ടനിൽ ധനകാര്യമന്ത്രിയായ ഇന്ത്യക്കാരൻ ആരാണ്? ഋഷി സുനാക്. അപ്പോൾ ബോറിസ് ജോൺസന്റെ മന്ത്രിസഭയിൽ 3 ഇന്ത്യൻ വംശജരുണ്ട്. പ്രീതി പട്ടേൽ ആഭ്യന്തര സെക്രട്ടറി ആയിട്ടും, അതേപോലെ അന്താരാഷ്ട്ര വികസന മന്ത്രാലയത്തിലെ തലവനായിട്ട് അലോക് ശർമ്മയും, ട്രഷറി മന്ത്രാലയം ചീഫ് സെക്രട്ടറി ആയിട്ട് ഋഷി സുനാഖും. ഈ ഋഷി സുനാഖ് പിന്നെ എന്തായിട്ട് മാറി? ധനകാര്യമന്ത്രിയായിട്ട് മാറി. അപ്പോൾ ബ്രിട്ടനിൽ ധനകാര്യമന്ത്രിയായ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാലാണ്? ഋഷി സുനാഖ്. കിട്ടിയല്ലോ. നെക്സ്റ്റ്, ജോ ബൈഡന്റെ ഡിജിറ്റൽ ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ മേധാ രാജ്. പഠിക്കുക. ജോ ബൈഡന്റെ ഡിജിറ്റൽ ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാലാണ്? മേധാ രാജ്. പഠിക്കുക. മേധാ രാജ്. ജോ ബൈഡന്റെ ഡിജിറ്റൽ ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? മേധാ രാജ്. ദെൻ അമേരിക്കയിൽ പോലീസ് ചീഫായ മലയാളി മൈക്കിൾ കുരുവിള. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അമേരിക്കയിൽ പോലീസ് ചീഫായ മലയാളി ആരെന്ന് ചോദിച്ചാലാണ്? മൈക്കിൾ കുരുവിള. പഠിക്കുക. അമേരിക്കയിൽ പോലീസ് ചീഫായ മലയാളി ആരാണ്? മൈക്കിൾ കുരുവിള. ദെൻ ബ്രിട്ടനിൽ മേയറായ ആദ്യ മലയാളി ടോം ആദിത്യ. ഇതൊക്കെ നല്ല പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റൻ ആണ്. ബ്രിട്ടനിൽ മേയറായ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാലാണ്? ടോം ആദിത്യ. ബ്രിട്ടനിൽ മേയറായ ആദ്യ മലയാളി ആരാണ്? ടോം ആദിത്യ. ദെൻ UNEP-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. യുണൈറ്റഡ് നേഷൻ എൻവിയോൺമെന്റൽ പ്രോഗ്രാം UNEP-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ ആരെന്ന് ചോദിച്ചാലാണ്? ലിജിയ നൊറാൻഹ. പഠിക്കുക. ലിജിയ നൊറാൻഹ. പേര് പഠിക്കുക. ലിജിയ നൊറാൻഹ. UNEP-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ ആരാണ്? ലിജിയ നൊറാൻഹ. പഠിക്കുക. UNEP-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ ആരാണ്? ലിജിയ നൊറാൻഹ. നെക്സ്റ്റ്, നാസയുടെ ആക്ടിംഗ് ചീഫ് സ്റ്റാഫായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ഭവ്യാലാൽ. പഠിച്ചോണം. നമ്മൾ നേരത്തെ നാസയുടെ പെർസീവിയറൻസിൽ അംഗമായ മലയാളിയെ കുറിച്ച് പഠിച്ചിരുന്നു, ഡോക്ടർ സ്വാതി മോഹനെ കുറിച്ച്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, നാസയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരെന്ന് ചോദിച്ചാലാണ്? ഭവ്യാലാൽ. പഠിക്കുക. നാസയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? ഭവ്യാലാൽ. ദെൻ WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ അനിൽ സോണി. ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ടാണ്. WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അനിൽ സോണി. പഠിക്കുക. WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ, WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അനിൽ സോണി. ദെൻ മൈക്രോസോഫ്റ്റിന്റെ
CEO ആയി നിയമിതനായ ഇന്ത്യൻ എല്ലാവർക്കും അറിയാം, സത്യ നഥേല. അദ്ദേഹം തെലുങ്കാനക്കാരനാണ്, ഹൈദരാബാദുകാരനാണ്. അദ്ദേഹത്തിന്റെ ഹിറ്റ് റിഫ്രഷ് എന്ന പുസ്തകം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഹിറ്റ് റിഫ്രഷ് എന്ന പുസ്തകം ആരുടേതാണ്? സത്യ നഥേലയുടെ പുസ്തകമാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാലാണ് സത്യ നഥേല. പഠിക്കാം, മൈക്രോസോഫ്റ്റിന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാലാണ് സത്യ നഥേല. ദെൻ ആൽഫാബെറ്റ്, അതായത് ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയാണ്, ഗൂഗിളിന്റെ എല്ലാ പ്രോഡക്റ്റിലും വരുന്ന പേരന്റ് കമ്പനിയാണ് ആൽഫാബെറ്റ്. ഈ ആൽഫാബെറ്റിന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ എല്ലാവർക്കും അറിയാം, സുന്ദർ പിച്ചയാണ്. ആൽഫാബെറ്റിന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ ആരാണ്? സുന്ദർ പിച്ചെ. അദ്ദേഹം ചെന്നൈക്കാരനാണ്, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ നേരത്തെ പഠിച്ചു, ബ്രിട്ടന്റെ പുതിയ ധനകാര്യമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? ഋഷി സുനക് ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ബ്രിട്ടന്റെ പുതിയ ധനകാര്യമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരെന്ന് ചോദിച്ചാലാണ് ഋഷി സുനക്. വീണ്ടും വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇന്ത്യനാണ്, രാജേഷ് കുള്ളർ. പഠിക്കുക, വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരെന്ന് ചോദിച്ചാലാണ് രാജേഷ് കുള്ളർ. പഠിക്കുക, രാജേഷ് കുള്ളർ. വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരാണ്? രാജേഷ് കുള്ളർ. നെക്സ്റ്റ് പോയിന്റ്, അമേരിക്കയുടെ ഫെഡറൽ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ശാലിന ഡി കുമാർ. പഠിക്കുക, ശാലിന ഡി കുമാർ. അമേരിക്കയുടെ ഫെഡറൽ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാരെന്ന് ചോദിച്ചാലാണ് ശാലിന ഡി കുമാർ. അമേരിക്കയുടെ ഫെഡറൽ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജയാരാണ്? ശാലിന ഡി കുമാർ. നെക്സ്റ്റ്, മൈക്രോസോഫ്റ്റിന്റെ വൈസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട മലയാളി ജോൺ ജോർജ്. പഠിക്കുക, മൈക്രോസോഫ്റ്റിന്റെ വൈസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട മലയാളി ആരെന്ന് ചോദിച്ചാലാണ് ജോൺ ജോർജ്. ഇമ്പോർട്ടന്റ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ വൈസ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട മലയാളി ആരെന്ന് ചോദിച്ചാലാണ് ജോൺ ജോർജ്. അപ്പോൾ ശ്രദ്ധിക്കുക, മൈക്രോസോഫ്റ്റിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ മലയാളി ആരെന്ന് ചോദിച്ചാലാണ് ജോൺ ജോർജ്. ദെൻ നമ്മൾ പഠിച്ചാണ്, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ജയ്ഷ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ആരാണ്? ജയ്ഷയാണ്. നമുക്കറിയാം, നിലവിൽ BCCIയുടെ അധ്യക്ഷൻ ആരാണ്? സൗരവ് ഗാംഗുലിയാണ് BCCI പ്രസിഡന്റ്. BCCI സെക്രട്ടറി ആരാണ്? ജയ്ഷയാണ്. ഇദ്ദേഹമാണ് നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി. അപ്പോൾ നമ്മൾ പഠിച്ച ഈ ഭാഗം കൂടിയാവുമ്പോൾ ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത എല്ലാ അപ്പോയിൻമെന്റ്സും പൂർണ്ണമായും കവർ ചെയ്തു. കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളുടെയൊക്കെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിക്കോണം. കമന്റ് ബോക്സിൽ ഈ തിരുത്തലുകൾ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ക്ലാസ്സിലും പറയാറുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് പദവി വേണമെങ്കിലും ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് മാറാൻ സാധ്യതയുള്ളതാണ്. ആ ഒരു പ്രാധാന്യം അപ്പോയിൻമെന്റ്സിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം. അപ്പോൾ അതുപോലെ നമ്മൾ ഇതുവരെ പഠിച്ച പോയിന്റുകൾ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ പറയുന്ന സമയത്ത് എല്ലാവർക്കും ആൻസർ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായതാര്? കിട്ടിയല്ലോ, ആരാണ്? TS തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയുടെ ജനീവ ആസ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരായിരുന്നു? ഇന്ദ്രാമണി പാണ്ഡെ. കിട്ടിയല്ലോ, ഇന്ദ്രാമണി പാണ്ഡെ. യുനെസ്കോയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്, യുനെസ്കോയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വിശാൽ വി ശർമ്മ. കിട്ടിയല്ലോ. ദെൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരായിരുന്നു? മഞ്ജു വർഗീസ്. കിട്ടിയല്ലോ. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജ. അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറലായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരായിരുന്നു? വനിതാ ഗുപ്ത. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. അമേരിക്കൻ ആർമിയുടെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരായിരുന്നു? രാജ് അയ്യർ. ന്യൂയോർക്ക് ഫെഡറൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് CEO ആയി നിയമിതയായ ഇന്ത്യൻ വംശജ. കിട്ടുന്നുണ്ടോ പേര്? ന്യൂയോർക്ക് ഫെഡറൽ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് CEO ആയി നിയമിതയായ ഇന്ത്യൻ വംശജ ആരായിരുന്നു? നൗറീൻ ഹസൻ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ, പേര് കിട്ടുന്നുണ്ടോ? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ആരായിരുന്നു? അശോക് ലവാസ. ലോകബാങ്കിന്റെ വിദ്യാഭ്യാസ ഉപദേശകനായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരായിരുന്നു? ലോകബാങ്കിന്റെ വിദ്യാഭ്യാസ ഉപദേശകനായി നിയമിതനായ ഇന്ത്യക്കാരൻ രഞ്ജിത് സിംഗ് ദിസാലെ. 2021 US മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. 2021 US മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരായിരുന്നു? ഡോക്ടർ രാജ് പഞ്ചാബി. ന്യൂസിലാൻഡിൽ യുവജനക്ഷേമ സാമൂഹ്യ വികസന വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ മലയാളി. അതെല്ലാവർക്കും കിട്ടിയല്ലോ, ആരാണ്? പ്രിയങ്ക രാധാകൃഷ്ണൻ.
അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ മാധ്യമ സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ. പേര് കിട്ടിയോ? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ മാധ്യമ സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരായിരുന്നു? സബ്രീന സിംഗ്. IUPAC ബ്യൂറോ അംഗമായി 2020 തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ. IUPAC ബ്യൂറോ അംഗമായി 2020 തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആരായിരുന്നു? ബിപുൽ ബിഹാരി സഹ. ബിപുൽ ബിഹാരി സഹ. കമലാ ഹാരിസിന്റെ സാമ്പത്തിക നയരൂപീകരണ സംഘത്തിൽ അംഗമായ മലയാളി. കമലാ ഹാരിസിന്റെ സാമ്പത്തിക നയരൂപീകരണ സംഘത്തിൽ അംഗമായ മലയാളി മൈക്കിൾ സി ജോർജ്. വൈറ്റ് ഹൗസിന്റെ സീനിയർ അഡ്വൈസറായി നിയമിതയായ ഇന്ത്യൻ വംശജ. വൈറ്റ് ഹൗസിന്റെ സീനിയർ അഡ്വൈസറായി നിയമിതയായ ഇന്ത്യൻ വംശജ നീര ടണ്ടൻ. സിംഗപ്പൂർ പാർലമെന്റ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. സിംഗപ്പൂർ പാർലമെന്റ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ്? പ്രീതം സിംഗ്. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ ആഭ്യന്തര സെക്രട്ടറിയായ ഇന്ത്യൻ വംശജ ആരായിരുന്നു? പ്രീതി പട്ടേൽ. അന്താരാഷ്ട്ര വികസന മന്ത്രാലയത്തിന്റെ ചുമതല ആർക്കായിരുന്നു? അലോക് ശർമ്മ. ട്രഷറി മന്ത്രാലയത്തിലെ ചീഫ് സെക്രട്ടറി ഋഷി സുനാക്. അദ്ദേഹം പിന്നീട് ധനകാര്യമന്ത്രിയായിട്ട് മാറുകയും ചെയ്തു. ജോ ബൈഡന്റെ ഡിജിറ്റൽ ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ. ജോ ബൈഡന്റെ ഡിജിറ്റൽ ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ. പേര് കിട്ടുന്നുണ്ടോ? മേധാരാജ്. മേധാരാജ്. അമേരിക്കയിൽ പോലീസ് ചീഫായ ആദ്യ മലയാളി. അമേരിക്കയിൽ പോലീസ് ചീഫായ ആദ്യ മലയാളി ആരാണ്? മൈക്കിൾ കുരുവിള. ബ്രിട്ടനിൽ മേയറായ ആദ്യ മലയാളി. പേര് കിട്ടിയോ? ബ്രിട്ടനിൽ മേയറായ ആദ്യ മലയാളി ടോം ആദിത്യ. UNEPയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ. UNEPയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ ആരാണ്? ലിജിയ നൊറാൻഹ. ലിജിയ നൊറാൻഹ. നാസയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ. നാസയുടെ ആക്ടിംഗ് ചീഫ് ഓഫ് സ്റ്റാഫായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആരാണ്? ഭവ്യലാൽ. WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതയായ ഇന്ത്യൻ വംശജൻ ആരാണ്? അനിൽ സോണി. പേര് കിട്ടിയോ? WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ്? അനിൽ സോണി. മൈക്രോസോഫ്റ്റിന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ ആരാണ്? സത്യ നഥേല. മൈക്രോസോഫ്റ്റിന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ ആരാണ്? സത്യ നഥേല. അതേപോലെ ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയായ ആൽഫാബെറ്റിന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ. ഗൂഗിളിന്റെ പേരന്റ് കമ്പനിയായ ആൽഫാബെറ്റിന്റെ CEO ആയി നിയമിതനായ ഇന്ത്യൻ ആരാണ്? സുന്ദർ പിച്ചെ. അതേപോലെ വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഇന്ത്യക്കാരൻ ആരാണ്? വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ രാജേഷ് കുള്ളർ. രാജേഷ് കുള്ളർ. അമേരിക്കയുടെ ഫെഡറൽ ജഡ്ജിയായി അടുത്തിടെ നിയമിതയായ ഇന്ത്യൻ വംശജ. ഫെഡറൽ ജഡ്ജിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ആരായിരുന്നു? ശാലിന ഡി കുമാർ. പേര് കിട്ടുന്നോ? ശാലിന ഡി കുമാർ. മൈക്രോസോഫ്റ്റിന്റെ വൈസ് പ്രസിഡന്റായ മലയാളി ആരാണ്? ജോൺ ജോർജ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ ജയ്ഷ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത അത്യാവശ്യം പദവികളെല്ലാം നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് 1-2 പോർഷൻസ് നോക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കേരളം കവർ ചെയ്യണം. ഡിഗ്രി പരീക്ഷയ്ക്ക് മുമ്പ് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യാനാണ് മാക്സിമം ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക്